പശ്ചിമേഷ്യയിൽ യുദ്ധസമാനമായ അന്തരീക്ഷം പുകയുന്നതിനിടെ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് കടുത്ത പ്രകോപനവുമായി ഇറാൻ ഭരണകൂടം രംഗത്ത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും വധിക്കുന്നവർക്ക് വൻതുക പാരിതോഷികം പ്രഖ്യാപിക്കുന്ന ഔദ്യോഗിക ബില്ലുമായി ഇറാൻ പാർലമെന്റ് മുന്നോട്ടു പോകുന്നതായാണ് പുതിയ റിപ്പോർട്ടുകൾ. അന്താരാഷ്ട്ര സമൂഹത്തെ വലിയ തോതിൽ പ്രകോപിപ്പിച്ചേക്കാവുന്ന ഈ വിവാദ നീക്കത്തിന്റെ വിശദാംശങ്ങൾ ഇറാന്റെ മാധ്യമമായ ഇറാൻ വയർ, യുകെയിലെ ദി ടെലഗ്രാഫ് എന്നിവയുൾപ്പെടെയുള്ള പ്രമുഖ ആഗോള മാധ്യമങ്ങളാണ് പുറത്തുവിട്ടത്. ഇറാൻ പാർലമെന്റിന്റെ ദേശീയ സുരക്ഷാ വിദേശ നയ സമിതി ചെയർമാനായ ഇബ്രാഹിം അസീസിയുടെ നേതൃത്വത്തിലാണ് ഈ സവിശേഷമായ വധശിക്ഷാ ബിൽ തയ്യാറാക്കുന്നത്. കൗണ്ടർ ആക്ഷൻ ബൈ ദി മിലിറ്ററി ആൻഡ് സെക്യൂരിറ്റി ഫോഴ്സസ് ഓഫ് ദി ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന് പേരിട്ടിരിക്കുന്ന ബില്ലിൽ പറയുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ്. ഡൊണാൾഡ് ട്രംപിനെയോ ബെഞ്ചമിൻ നെതന്യാഹുവിനെയോ വധിക്കുന്ന ഏതൊരു വ്യക്തിക്കും സംഘടനയ്ക്കോ സ്ഥാപനത്തിനോ 50 മില്യൺ യൂറോ സമ്മാനമായി നൽകാൻ ബില്ലിൽ ശുപാർശ ചെയ്യുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റിനും ഇസ്രയേൽ പ്രധാനമന്ത്രിക്കും പുറമെ US സെൻട്രൽ കമാൻഡ് മേധാവി അഡ്മിറൽ ബ്രാഡ് കൂപ്പറെയും നരകത്തിലേക്ക് അയക്കുന്നവർക്ക് ഈ ബില്ലിലൂടെ പാരിതോഷികം നൽകുമെന്ന് ഇബ്രാഹിം അസീസി വ്യക്തമാക്കി. ഫെബ്രുവരി 28-ന് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ നടന്ന അതിശക്തമായ വ്യോമാക്രമണത്തിൽ ഇറാന്റെ അന്നത്തെ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടിരുന്നു. ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചതും ഇതിന്റെ ഉത്തരവാദികളും ട്രംപും നെതന്യാഹുവുമാണെന്നാണ് ഇറാന്റെ ഉറച്ച ആരോപണം. തങ്ങളുടെ പരമോന്നത ആത്മീയ നേതാവിന്റെ വധത്തിന് പകരമുള്ള ഔദ്യോഗികവും നിയമപരവുമായ തിരിച്ചടിയായാണ് ഇറാൻ ഭരണകൂടം ഈ ബില്ലിനെ കാണുന്നത്. മുൻപ് ഇത്തരം ഭീഷണികൾ വെറും പ്രസ്താവനകളിൽ ഒതുങ്ങിയിരുന്നെങ്കിൽ ഇത്തവണ അത് രാജ്യത്തെ നിയമമാക്കാൻ പാർലമെന്റിൽ വോട്ടിനിടാൻ ഒരുങ്ങുന്നു എന്നതാണ് US അടക്കമുള്ള രാജ്യങ്ങളെ ആശങ്കപ്പെടുത്തുന്നത്. നിലവിൽ ഇറാന്റെ പുതിയ പരമോന്നത നേതാവായ അയത്തുള്ള മൊജ്തബ ഖമേനിക്ക് നേരെയും സമാനമായ വധശ്രമങ്ങൾ ഉണ്ടാകുമെന്ന ഇറാന്റെ ഭയവും ഈ നീക്കത്തിന് പിന്നിലുണ്ട്. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഒടുവിൽ രൂപപ്പെട്ട നേരിയ വെടിനിർത്തൽ ചർച്ചകളും ഉപരോധങ്ങൾ പിൻവലിക്കുന്നത് സംബന്ധിച്ച നയതന്ത്ര നീക്കങ്ങളും തിരശ്ശീലയ്ക്ക് പിന്നിൽ സജീവമായി നടക്കുന്നതിനിടെയാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഈ പ്രകോപനം. ഇറാൻ ഭരണകൂടത്തിന്റെ ഈ ഔദ്യോഗിക നിലപാട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷം വരും ദിവസങ്ങളിൽ കൂടുതൽ ഭീകരമാക്കുമെന്നാണ് വിദേശകാര്യ വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇറാൻ അതിരുകടന്നാൽ രാജ്യത്ത് ഒന്നും അവശേഷിപ്പിക്കാത്ത തരത്തിലുള്ള കടുത്ത സൈനിക നടപടികൾ നേരിടേണ്ടി വരുമെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസവും കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും സൈനിക നീക്കങ്ങൾ മാത്രമാണ് തങ്ങൾക്ക് മുന്നിലുള്ള വഴിയെന്ന നിലപാടിലാണ്. ഏത് നിമിഷവും തകരാവുന്ന പശ്ചിമേഷ്യൻ സമാധാന ശ്രമങ്ങൾക്ക് ഇറാന്റെ ഈ വധശിക്ഷാ ബിൽ കനത്ത പ്രഹരമായി മാറിയിരിക്കുകയാണ്.